എല്ലാവർക്കും നമസ്കാരം. മാത്സ് വേയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 8th 9th 10th BEd സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. 8th 9th 10th അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ചാപ്റ്ററോ ടോപ്പിക്കോ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്ത് അതിനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിന് എന്തൊക്കെ കണ്ടൻറ്റ് കൊടുക്കാം, പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ പിക്ചേഴ്സ് എന്തൊക്കെ കൊടുക്കാം എന്ന് ഡിസൈഡ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാസ്ക് ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാനിപ്പോൾ ചെയ്തത് ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ബോർഡർ സെറ്റ് ചെയ്തു, എന്നിട്ട് കണ്ടൻറ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ഇമേജസ് കൊടുക്കുകയും ചെയ്തു. ഓരോ പേജ് അങ്ങനെ റെഡിയാക്കിയെടുത്തു. അതേപോലെ തന്നെ കവർ പേജും പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേജും പിന്നെ നമ്മുടെ ഈ നാഷണൽ അന്തത്തിൻ്റെ പേജ് എല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഇമേജസ് എല്ലാം ഒരു ഇമേജ് ടു PDF കൺവേർട്ടർ ഉപയോഗിച്ച് അതിനെ PDF രൂപത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഇത് ഫ്ലിപ്പ് ബുക്കിലിട്ട് ടെക്സ്റ്റ് ബുക്ക് രൂപത്തിലേക്ക് മാറ്റി. ഇതല്ലാതെ പല ആപ്സ് യൂസ് ചെയ്തു അത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഞാനിപ്പോൾ എൻ്റെ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു കവർ പേജ് റെഡിയാക്കി. ഞാൻ മാത്തമാറ്റിക്സിലെ ക്ലാസ് 10th ഒരു ചാപ്റ്ററാണ്, സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുത്തത്. അതിൽ നാഷണൽ ആന്തം പേജ് ഇൻക്ലൂഡ് ചെയ്തു, പിന്നെ അടുത്ത പേജ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേജ്, പിന്നെ ഞാൻ എൻ്റെ ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഒരു ഇൻഡെക്സ് പേജ് പോലെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തു. എന്നിട്ട് ഓരോ സെക്ഷനെ ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ ഓരോ സെക്ഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തു, പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തു വേണമെങ്കിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കീ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഓരോ പോയിൻറ്റ്സൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ഡെഫിനിഷൻസൊക്കെ കൊടുക്കാമെന്നാണ് ലാസ്റ്റ്. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കാം, അങ്ങനൊരു പേജ് കൊടുക്കാം, പിന്നെ എക്സസൈസ് കൊടുക്കാം. വേണമെങ്കിൽ എക്സസൈസ് ഓരോ സെക്ഷൻ കഴിയുമ്പോൾ കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ലാസ്റ്റാണ് എക്സസൈസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോട്ട്സ് എന്നും പറഞ്ഞ് ഒരു പേജസിനാണ്. ഇങ്ങനെ കുറച്ച് റെഡിയാക്കി എടുത്താൽ മതി. ഇങ്ങനെ PDF ആയിട്ട് റെഡിയാക്കിയിട്ട് ഇത് ബുക്ക് എടുത്താൽ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് റെഡിയാവും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും, അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കൊക്കെ ഇതിൽ നിന്നും ബെനിഫിറ്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.